ഇല്ല, വലിയ ഗ്യാരണ്ടികളുമായിട്ടൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് വയനാട്ടിലെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് കോൺഗ്രസ് കൊടുത്ത ഗ്യാരണ്ടി എന്തായി എന്ന് പറയണം. രാഹുൽ ഗാന്ധി വന്ന് പ്രിയങ്ക വധേരയുമായി ചേർന്ന് കല്ലിട്ട് പോയിട്ട് ആഴ്ച 2 ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രതിപക്ഷ പാർട്ടി ഈ ജനങ്ങളോട് പറഞ്ഞ് അവരുടെക്ക് നിന്ന് കാശ് മേടിച്ച് നടപ്പാക്കാം എന്ന് പറഞ്ഞു കൊടുത്ത വീടിൻ്റെ സ്ഥിതിയാണ്. ഇതിപ്പം നമ്മൾ പറയുന്ന രാഷ്ട്രീയ ആരോപണമാണ്. ഏതെങ്കിലും ചാനൽ കേരളത്തിൽ പറയാത്തതുണ്ടോ? കാരണം പറയാതിരിക്കാൻ പറ്റാത്തത്ര ഗതികേടിലെത്തി നിൽക്കുന്നു പറഞ്ഞാൽ. അപ്പോൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കേണ്ടാത്ത എന്തോ ഒരു സാധനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് കണ്ടുകൊള്ളണം. ഒരു ദുരന്തമുഖത്ത് ഇതാണ് പ്രതിപക്ഷത്തിരുന്നത് കാണിക്കുന്നതെങ്കിൽ എന്ത് ഗ്യാരണ്ടിയെക്കുറിച്ചാണാവോ കോൺഗ്രസ് പറയുന്നത്? മനോരമ ഇതിനകത്ത് കല്ലിട്ട് പോയിട്ട് അവിടെ പുല്ലല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയുകയാണ്. ഏഷ്യാനെറ്റ് പറയുന്നു ആൾ ശല്യം ഇല്ലാത്തതുകൊണ്ട് പക്ഷികൾ സ്വതന്ത്രമായി വിഹരിക്കുന്നുണ്ട്. വാർത്തയുടെ വേറൊരു സാധനമാണ്, ഇട്ട കല്ല് അടുത്ത പറമ്പിലുള്ളൊരു കെട്ടിടത്തെ കൊണ്ട് ചാരി വെച്ചിട്ടുണ്ട്. ഇതിനോടൊന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ്സുകാർക്കില്ലേ? പ്രതിപക്ഷ നേതാവിനില്ലേ? ഞങ്ങൾക്ക് ഭരണാധികാരം തരൂ, ഞങ്ങൾ രാജ്യത്തെ ഭരിക്കാം എന്ന് പറഞ്ഞല്ലേ നാട്ടുകാരുടെയൊക്കെ പോണത്. അപ്പോൾ ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു പക്ഷഭേദവും ഇല്ലാതെ മാധ്യമങ്ങൾ ഒന്നൊന്നായി റിപ്പോർട്ട് ചെയ്താലും സണ്ണി ജോസഫും പ്രതികരിക്കത്തില്ല, സതീശനും പ്രതികരിക്കത്തില്ല. ഇത് ഇവരുടെ പ്രിവിലേജാണ്. അപ്പോൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ മുണ്ടക്കൈ ചൂരൽമലയിൽ കോൺഗ്രസ് കാണിക്കുന്നതാണ്. അത് മനുഷ്യർ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും.